ഹലോ ഹായ് അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. എനിക്കറിയാം നിങ്ങളെല്ലാവരും നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ ലിറ്റിൽ നെർവസ് ആയിരിക്കും അല്ലേ? പക്ഷെ അതൊക്കെ ടോട്ടലി നോർമലാണ്. ഒരു നീറ്റ് ആസ്പിരന്റ് എന്ന നിലയ്ക്ക് ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ചിട്ട് എക്സാം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്, കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടില്ല. ഇനി എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസം എന്ത് ചെയ്യണം, ഞാൻ ഈ പഠിച്ചതിനൊക്കെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ടെൻഷനൊക്കെ നിങ്ങളുടെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു കുട്ടിക്ക് എന്നുള്ള നിലയ്ക്ക് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി നോർമൽ. പക്ഷേ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സാം എഴുതുന്ന സമയത്തും നിങ്ങൾക്ക് ആ ടെൻഷൻ ഫ്രീ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒന്നും ആലോചിക്കാണ്ട് എക്സാം എഴുതണമെങ്കിൽ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ എടുത്ത് വെക്കണം അല്ലേ? സോ ഒരു പ്രിപ്പറേഷൻ എന്ന നിലയ്ക്ക്, ഒരു എക്സാം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പഠിത്തം പെടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ആക്കുന്നത്, ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആണോ അതൊക്കെ നോക്കണം. അതിൻ്റെ കൂടെ തന്നെ എക്സാം ഹോളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ഡ്രസ് കോഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ എക്സാമിന്റെ റൂൾ അനുസരിച്ചുള്ള ഡ്രസ്സാണോ? അപ്പൊ അവർ ചെക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഇഷ്യൂസും ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ കയറി ഇരുന്നിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റണം എന്നുള്ള രീതിയിൽ കോൺഫിഡന്റ് ആയിട്ടിരിക്കണം നിങ്ങളുടെ ഡ്രസ് കോഡ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് വേണം. ബിക്കോസ് ഐ വാസ് സോ കൺഫ്യൂസ്ഡ്, എന്തിടണം, എങ്ങനെ ഇടണം. എന്നിട്ട് എൻ്റെ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് കുറെ വായിച്ചു, അവിടെയും ഇവിടെ ഒക്കെ നോക്കിയിട്ട് എന്താ ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റ് പറഞ്ഞില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ഗേൾസിന്, ഹിജാബ് ഇടുന്ന ഗേൾസിനാണെങ്കിൽ അവരെങ്ങനെയാണ് ഹിജാബ് വെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ നീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ? ചില ഹാളിൽ ചിലപ്പോൾ എക്സ്ട്രാ ചെക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചില ഹാളിൽ അത്ര തീരെ ചെക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കറക്റ്റ് നമ്മൾ എങ്ങനെ ഒരു ബോയ് എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ഗേൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, ഇപ്പൊ ഹിജാബ് ഇടുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് പറയാം. ഈ ഒരു ഡ്രസ് കോഡിന്റെ വീഡിയോ നിങ്ങളുടെ നീറ്റ് എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഹിജാബൊക്കെ ഇടുന്ന ഗേൾസ് ആണെങ്കിൽ അവർക്ക് എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആ ലാസ്റ്റ് മിനിറ്റ് പാനിക് ഒക്കെ ഒഴിവാക്കി ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാം. ഫസ്റ്റ് നമുക്ക് ബോയ്സിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഹാഫ് സ്ലീവ് ടീഷർട്സ് ആണ് മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതും ഒരു പ്രിന്റ്സ് ഒന്നും ഇല്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലേ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിന്റഡ് ടീഷർട്സ് ഒക്കെ ബാക്കിൽ ഫുൾ പ്രിന്റുകളായിട്ട് ഇടാം. അങ്ങനത്തെ ടീഷർട്സ് ഒന്നും വേണ്ട, സാധാ ടീഷർട്ട് മതി. ഒരു ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ അതും നല്ലതായിരിക്കും. ഡാർക്ക് കളേഴ്സ് മെയിൻ ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക. അതാകുമ്പോൾ സെക്യൂരിറ്റി ചെക്കപ്പ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ അതിൽ കോളേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് ചൂടെടുക്കും, ഇപ്പൊ ചൂടുകാലമാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ചൂടൊന്നും എടുക്കാതിരിക്കാനുള്ള ലൈറ്റ് ടീഷർട്സ് ഇടുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ കൂടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ ടീഷർട്സ് ആണ് കണ്ടിട്ടില്ലേ, സാധാ ലൈറ്റ് കളർ ടീഷർട്സ് ആണ്, അത്ര പ്രശ്നമൊന്നുമില്ല. അല്ല നിങ്ങൾ ഇതേപോലെ പിങ്ക് ഡൈഡ് ടീഷർട്സ് വാങ്ങണം എന്നല്ല കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ടീഷർട്സ് ആണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഈസി ആയിരിക്കും. പിന്നെ അധികം ചൂടൊന്നും എടുക്കാത്ത ടീഷർട്ടാണ് കേട്ടോ. ഫുൾ സ്ലീവ് ഒഴിവാക്കുക. ഫുൾ സ്ലീവ് ആണെങ്കിൽ പിന്നെയും എക്സ്ട്രാ ചെക്കപ്സ് ഒക്കെ വേണ്ടി വരും. രണ്ടാമത് ആലോചിക്കേണ്ടത് പാൻസ് ആണെങ്കിൽ സിബുകൾ അധികം കുറേ സിബും പോക്കറ്റും ഒന്നുള്ള കാർഗോ പാൻസ് എടുക്കാതിരിക്കുക. സാധാ പാൻസുകൾ അല്ലെങ്കിൽ ഫോർമൽ പാൻസ് ഉണ്ടാവില്ലേ, ജസ്റ്റ് 2 പോക്കറ്റുള്ള ഫോർമൽ പാൻസ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലിരിക്കുന്ന ബനിയൻ ക്ലോത്തിന്റെ പാൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇവർ നീറ്റ് NTA പ്രിഫർ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് എഴുതാനും സുഖമായിരിക്കും. പിന്നെ കമ്പയറിംഗ് ടു പണ്ടത്തെ വർഷങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ചും കൂടി ഈസ് ആയിട്ടുണ്ട്, മീൻസ് കുറച്ചും കൂടി സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ടെന്ന് പറയാം. എന്നൊക്കെ ഞാനൊക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് തൊട്ട് മുന്നത്തെ സമയമാണ് ഫുള്ള് കേസ് വിഷയങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത് ഡ്രസ്സിന്റെ ചെക്കപ്പിന്റെ ഒക്കെ കാരണം. കുട്ടികൾ ഫുൾ ടെൻഷൻ ആയി എന്നൊക്കെ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് കുറേ പോക്കറ്റുള്ള പാന്റുകൾ യൂസ് ചെയ്യാതിരിക്കുക. കാർഗോ പാൻസ് ഒക്കെ ഒഴിവാക്കുക. സാധാ ഫോർമൽ പാൻസ് ലൈക്ക് 2 പോക്കറ്റൊക്കെ പാൻസ് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ബട്ടണൊക്കെ മെറ്റൽ ഉള്ളതാണെങ്കിൽ, ബട്ടൺ സിബൊക്കെ മെറ്റൽ ഉള്ളതാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സെക്യൂരിറ്റി ചെക്കപ്പിൽ, മെറ്റൽ ചെക്കപ്പിലൊക്കെ അത് ടിങ് 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 നടിയാൽ മതി. അപ്പൊ പിന്നെ അതും പ്രശ്നമാവും. അപ്പൊ അങ്ങനത്തെ പാൻസ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ വാച്ച് ഇടരുത്, ഒരിക്കലും വാച്ച് ഇട്ട് പോകരുത്. വാച്ച്, റിങ്, ഓർണമെന്റ്സ് ഇതൊന്നും വേണ്ട. പിന്നെ ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യം എന്താ അറിയോ, ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഒരു കുട്ടി ഷൂ ഒക്കെ ഇട്ട് വന്നു. ആ ഷൂ പുറത്ത്, എക്സാമുകളുടെ പുറത്ത് ഷൂ ഊരി വെപ്പിച്ചിട്ട് എന്നിട്ട് കുട്ടീനോട് ഷൂ ഇടാതെയാണ്, മീൻസ് ചെരുപ്പും കൂടെ ഇടാതെയാണ് ആ കുട്ടീനെ എക്സാമിന് കയറ്റിട്ടുണ്ടാവുക. അപ്പൊ ഷൂസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. സാൻഡിൽസ്, സാധാ നമ്മൾ സ്ലിപ്പേഴ്സ് ഇല്ലേ, സ്ലിപ്പേഴ്സ്, ഞാനൊക്കെ സ്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് സാധാ ഹവായി ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് പോയിന് മഴക്കാലത്ത്. അപ്പൊ അങ്ങനെ സാധാ സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ ബോയ്സിനാണെങ്കിൽ സാധാ ടീഷർട്ട്, പാന്റ് വിത്ത് നോ സിപ്പ് വേണ്ട. പിന്നെ കുറെ പോക്കറ്റ്സ് ഉള്ള കാർഗോ പാൻസ് വേണ്ട. മെറ്റൽ ബട്ടൺസ് ഉള്ള സാധനങ്ങളൊന്നും വേണ്ട. ജീൻസ് ഒരിക്കൽ വേണ്ട, ജീൻസ് വേണ്ട കേട്ടോ. അപ്പൊ അത് എടുക്കുക. പിന്നെ ഒരു സാധാ ഒരു ചെരുപ്പ് ഇട്ടിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ കയറിയാൽ മതി. പിന്നെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് ടൈ ഒക്കെ, മീൻസ് കുറെ വലിയ മുടിയാണെങ്കിൽ നിങ്ങൾ ടൈ ചെയ്തിട്ടുണ്ടല്ലോ, ടൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ അതും കുറച്ച് ഇഷ്യൂ ഉണ്ടാവും. ഇങ്ങനെ സാധാ പോലെ നമ്മൾ നോർമൽ, നമ്മൾ പറയില്ല ഭയങ്കര കംഫർട്ടബിൾ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ പോയിട്ട് എക്സാം എഴുതാം. ഇനി കുറച്ചധികം പറയാണ്ടാവുക ഗേൾസിന്റെ ആണ്. ഗേൾസിന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അല്ലെ,
ഇപ്പൊ ഞാൻ നോർമലി ജനറലി പറയുകയാണെങ്കിൽ ഗേൾസിന് ഒരു ഹാഫ് സ്ലീവ് കുർത്ത എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയാ. ഹാഫ് സ്ലീവ് കുർത്ത എന്ന് പറയുമ്പോൾ ഇത്ര ഹാഫ് സ്ലീവുള്ള കുർത്താസ് ഉണ്ടാവില്ല. അപ്പൊ അതായിരിക്കും നിങ്ങൾ ഓരോരുത്തർ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ ഇവരെ മുസ്ലിം ഗേൾസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുറച്ച് ആ ഒരു ഡ്രസ്സിങ്ങിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ആ കേസ് വേറെ തന്നെ പറയാം കേട്ടോ. ഇനി ഹാഫ് സ്ലീവ് കുർത്തയാണ്, നിങ്ങൾക്ക് സ്ലിറ്റ് ഉള്ള കുർത്താസ് ഇടാം. പോക്കറ്റുള്ള കുർത്താസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ പോക്കറ്റ് ഉണ്ടെങ്കിലും അവർ ജസ്റ്റ് ചെക്ക് ചെയ്തോളും, അത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ലൈറ്റ് കളേഴ്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. കുറേ പ്രിന്റ് ഉള്ളതൊന്നും വേണ്ട, അല്ലെങ്കിൽ മെറ്റൽ വർക്ക് ഒരിക്കലും പറ്റില്ല. എംബ്രോയിഡറി അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. സാധാ പ്ലെയിൻ കുർത്താസ്. ഞാൻ അതുപോലെ കുറച്ച് ഡിസൈൻ ഉണ്ടായി വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ലൈക്ക് പ്രിന്റഡ് ഡിസൈൻസ് ആണെങ്കിൽ അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ലൈറ്റ് കളേഴ്സ് തന്നെ പ്രിഫർ ചെയ്യട്ടെ. ചൂടും കൂടെ ആയതുകൊണ്ടാണ് പറയുന്നത് ലൈറ്റ് കളേഴ്സ് തന്നെ നോക്കുക. അപ്പം ചെക്കപ്പും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഹാഫ് സ്ലീവ് ആണെങ്കിൽ അത് ഉള്ള ആൾക്കാർക്ക് ഇടാം. പിന്നെ നമ്മൾ സാധാരണ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് കുറെ പേര്, ഞാൻ എക്സാമിൽ പോയ സമയത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ പക്ഷെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല റൗണ്ട് ആയിട്ട് അംബ്രല്ല കട്ട്, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കി. ഇതൊക്കെ ആകുമ്പോൾ കുറേ ക്ലോത്ത് ഉള്ള പോലെ തോന്നുന്ന സമയത്ത് ഒരു പക്ഷെ ചെക്കപ്പ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി പാൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ പാൻസ് നിങ്ങൾ ലൈറ്റ് കളർ പാൻസ്, ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് വൈറ്റ്, ഓഫ് വൈറ്റ്, അങ്ങനത്തെ കുറെ പാൻസ് ഇല്ലേ, ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. കുറെ പോക്കറ്റ്സ് ഉള്ള പാൻസ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ സാധാ പാരലൽ പാൻസ് ഒന്നും അല്ലെങ്കിൽ സിഗരറ്റ് പാൻസ് എന്നൊക്കെ പറയല്ല, അങ്ങനത്തെ പാൻസ് ലെഗിന് യൂസ് ചെയ്യരുത് കേട്ടോ. ലെഗിൻ അവിടെ അലൗഡ് അല്ലാന്നുണ്ടായിരുന്നു. ഞാൻ എക്സാം ചെയ്ത സമയത്ത് ലെഗിന് വേണ്ട, ജീൻസ് വേണ്ട. പിന്നെ സാധാ പാരലൽ എന്ന് പറയുമ്പോൾ സാധാ നമ്മുടെ കാലിന് പോലെ പാൻസ്, അങ്ങനത്തെ പാൻസ് യൂസ് ചെയ്യുക. കളർ കുറച്ചുകൂടി ലൈറ്റ് കളേഴ്സ് ആയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ടോക്കിംഗ് സ്പെസിഫിക്കലി അബൌട്ട് ഹിജാബി ഗേൾസ്, അല്ലെങ്കിൽ ഷോൾ ഇട്ട് മാത്രം മീൻസ് ഹിജാബ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ, ഞാൻ എൻ്റെ എക്സാമിന് ഹിജാബ് ഇട്ടിട്ട് തന്നെ പോയത്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇത്രല്ല മുട്ടിന്റെ അവിടെ ആയിട്ടുള്ളതാ ഏകദേശം ഈ ഒരു സൈസിലുള്ള സ്ലീവ്സ് ഉള്ള കുർത്ത തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതും സ്ലിറ്റ് ഉള്ള കുർത്താസ് ആയിരുന്നു. ഞാൻ എൻ്റെ പോലെ തന്നെ ജസ്റ്റ് ഒരു കുർത്ത അടുപ്പിച്ചു. പിന്നെ ഒരു എക്സാമിന് ഇത് പോയ സമയത്ത് ഞാൻ അടുപ്പിച്ചാൽ പോയത്. അല്ലാതെ വേറൊരു എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ പ്ലെയിൻ ഒരു വൈറ്റ് കുർത്ത, അതിൽ കുറച്ച് ബ്ലൂ കളർ ഡിസൈൻ ഉണ്ട്, പക്ഷെ അതൊന്നും സീൻ ആക്കിയിട്ടുണ്ടായില്ല. പിന്നെ സാധാ ഒരു ഓഫ് വൈറ്റ് പാൻറ് ഇപ്പൊ കുറേ പേര് എടുത്തിട്ടുണ്ടാവും അറിയാം, കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. ഓഫ് വൈറ്റ് നമ്മൾ പാൻസ് ഇടാറില്ലേ, അപ്പൊ ആ പാൻസ് ഇട്ടു. പിന്നെ അതിന്റെ കൂടെ തന്നെ ഷോൾ ഇട്ടു. ഷോൾ ഞാൻ എങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഞാൻ സാധാ ഷോൾ ഇടുന്ന മോഡൽ ഇങ്ങനെയാണ്, ഇല്ല ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഷോൾ ഇങ്ങനെ ഇടാറ്. പക്ഷെ എക്സാമിന് പോകുന്ന സമയത്ത് ഇങ്ങനെയല്ല ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മെറ്റാലിക് പിൻസ് ഒന്നും യൂസ് ചെയ്യണ്ട, മെറ്റാലിക് പിന്നുകളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം സേഫ്റ്റി പിൻസ് അല്ലെങ്കിൽ മുട്ട് സൂചി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. അതൊക്കെ നമ്മുടെ ആ മെറ്റൽ ഡിറ്റക്ടറിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാം. മെറ്റൽ ഡിറ്റക്ടേഴ്സിന് കുടുങ്ങുന്ന എന്തെങ്കിലും നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ, ലൈക്ക് ബട്ടൺസോ മെറ്റൽ ബട്ടൺസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒഴിവാക്കാം. മെറ്റൽ ക്ലിപ്സ് ഉണ്ടല്ലോ, നമ്മൾ തലയെ കുത്തുന്ന മെറ്റൽ ക്ലിപ്സ് വേണ്ട. ഹെയർ റിബൺസ് സാധാ നമ്മുടെ ബണ്ണില്ലേ, അത് വെച്ചിട്ട് മുടി കെട്ടിയിട്ട് പോയാൽ. ഓരോരുത്തരും ഓരോ പോലെ ഒരു എക്സാം എഴുതാൻ പോയിട്ടുണ്ടാവുക. ഞാനിത് അങ്ങനെ ഷോൾ ഇങ്ങനെ ഇട്ടിട്ടാണ് പോയത്. ലൈക്ക് ഷോൾ മടക്കാതെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടു. അപ്പൊ അവർക്കും ഇങ്ങനെ തോന്നുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവിടുന്ന് പക്ഷെ നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ അവർ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ മതി. അപ്പൊ അങ്ങനെ ഇട്ടിട്ട് പോവുക. പിന്നുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ക്യാപ്പ് ഇടാതെ നോക്കുക. നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ക്യാപ്പ് ഇടാതെ നോക്കുക. വാച്ച് ഒന്നും യൂസ് ചെയ്യണ്ട. റിങ് ഉണ്ടെങ്കിൽ റിങ് ഒക്കെ ഊരി വെക്കുക. പിന്നെ വളയുണ്ടെങ്കിൽ, ബാംഗിൾസ് ഉണ്ടെങ്കിൽ, ഇയറിങ്സ് ഉണ്ടെങ്കിൽ, മെറ്റൽ സാധനങ്ങൾ ഇയറിങ്സ് ഒക്കെ ഊരി വെക്കാം കേട്ടോ. അതൊന്നും നമുക്ക് അവിടെ ആവശ്യമില്ല. ആംഗ്ലറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെന്റ്സ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, മാല അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി വെക്കുക. അതൊന്നും അവിടെ അലൗഡ് ആയിരിക്കില്ല. ചെരുപ്പ് ഇടാണെങ്കിൽ ഞാൻ സാധാ നമ്മൾ ക്രോക്സ് ഒന്നും ഇട്ട് പോകാതിരിക്കുക കേട്ടോ. അങ്ങനത്തെ ക്രോക്സ് ഷൂസ് ഹീൽസ് ഇതൊന്നും ഇടാതിരിക്കുക. സാധാ ചപ്പലില്ലേ, വേണമെങ്കിൽ ഒരു അവായ് ചെരുപ്പ് വാങ്ങിയാലും വേണ്ടിയില്ല, അതിട്ട് പോയാൽ അവർ സിമ്പിളായിട്ട് നിങ്ങളെ കയറ്റും. അപ്പൊ അത്രയ്ക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എക്സാമിന് പോകാൻ വേണ്ടി നോക്കുക. പിന്നെ ഗേൾസിനോട് സ്പെസിഫിക്കലി പറയേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നർ വെയർസിൽ ഒരു പക്ഷേ മെറ്റൽ ഡിറ്റക്ഷനിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതുപോലെയൊക്കെ മെറ്റൽ ക്ലിപ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക സ്പോർട്സ് ബ്രാ ഇട്ട് പോകുന്ന കേട്ടോ. സ്പോർട്സ് ബ്രാ ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെറ്റൽ ഡിറ്റക്ഷനും പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറാം. അപ്പം അങ്ങനെ നിങ്ങൾ സ്പോർട്സ് ബ്രാ ഉണ്ടെങ്കിൽ, ഞാൻ ആ സമയത്ത് തോന്നുന്ന ഒരു സ്പോർട്സ് ബ്രാ ഒക്കെ വാങ്ങിച്ചത്, അപ്പം അത് യൂസ് ചെയ്യുക. അപ്പം മെറ്റൽ ക്ലിപ്പിംഗ്സ് ഒന്നും കുടുങ്ങില്ല. അപ്പം അതും നിങ്ങൾ സ്പെസിഫിക്കലി ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ജസ്റ്റ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാൻ പോകാമല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എക്സാം അത്രയും ദിവസം പഠിച്ച് ടെൻഷൻ ഫ്രീ ആയിട്ടൊരു എക്സാം എഴുതണമെങ്കിൽ
നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിന്ന് ഓക്കെ ഡ്രസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഹാൾ ടിക്കറ്റിനെ കുറിച്ചോ ഫോട്ടോനെ കുറിച്ചോ ഒന്നും ആലോചിക്കാതെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാം എഴുതണം. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറേ പേർക്ക് ഹിജാബിനൊക്കെ ഡൗട്ട് ഉണ്ട്. ഇനി ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവുക ബുർക്ക ഇടണം എന്നുള്ളതാണ്. ലൈക്ക് ബുർക്ക ഇട്ടിട്ട് എക്സാം എഴുതാൻ പോകാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കസ്റ്റമറി ഡ്രസ്സസ് അല്ലെങ്കിൽ കൾച്ചറൽ ഡ്രസ്സസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു 1 hour നിങ്ങൾക്ക് ഒരു ടൈം തന്നതിന് 1 hour മുന്നേ പോയിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഒരു ചെക്കപ്പിന് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് എക്സാം ഹാളിലേക്ക് നിങ്ങൾ ലെറ്റ് ഇൻ ചെയ്യും. അപ്പം അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഇനി ഡ്രസ്സ് അയ്യോ ഞാൻ ഈ ബുർക്ക് ഇടുന്ന ആൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ പോയി എക്സാമിന് എഴുതുക. ബാക്കിയുള്ളതൊക്കെ അതിന്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണോ? നിങ്ങൾ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺഫിഡന്റ് ആയിട്ട് ഓക്കെ ഞാൻ അടിപൊളി മീൻസ് ഞാൻ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇനിയിപ്പം റൂൾസ് ഒന്നും ഞാൻ വയലേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് കൂളായിട്ട് പോയി എക്സാം എഴുതാം. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ അതിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ 3 ദിവസം വർക്ക് ചെയ്തതിന്റെ അല്ലെങ്കിൽ 3 മാസം വർഷങ്ങൾ വർക്ക് ചെയ്തതിന്റെ റിസൾട്ടാണ് ഈ May 4th നിങ്ങൾ അവിടെ പോയിട്ട് ഉണ്ടാക്കാൻ പോണത്. ലൈക്ക് അവിടെ പോയിട്ട് നിങ്ങൾ ആ എക്സാമിന്റെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ഒക്കെ ഞാൻ ഡോക്ടർ ആകുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവാന്നുള്ള ഒരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പം നിങ്ങളെല്ലാവരും മീൻസ് നിങ്ങൾക്ക് ഇത്രയും കാലം പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ, പെർഫോം ചെയ്യാൻ പറ്റട്ടെ, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, നമുക്കതൊക്കെ വേഗം ക്ലിയർ ചെയ്ത് പോകട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജസിൽ എല്ലാവരും എത്തട്ടെ. ഇനി എന്തെങ്കിലും നീറ്റിന് മുന്നേ എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ താഴത്ത് പറഞ്ഞാൽ മതി. നീറ്റ് എഴുതാൻ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും കസിൻസ് ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അതും പറയാട്ടോ. Thank you so much for watching this video and don't forget to subscribe. Bye.